സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ അവസാന ഘട്ടത്തിലാണ്. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലയിൽ പ്രയാണം തുടങ്ങി. 25 വേദികളിലായി 10,000-കണക്കിന് പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. കരഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ട് നമ്മുടെ കപ്പ് നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഈ കപ്പ് ഇനി തിരിച്ചു പോകുന്നതല്ല എന്ന് ജില്ലാ അതിർത്തിയിൽ നിന്നും ആവേശത്തോടെ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ച വിദ്യാർത്ഥികൾ ചാലക്കുടിയിൽ ആവേശോജ്വല സ്വീകരണമാണ് സ്വർണ്ണക്കപ്പ് നൽകിയത്. മാള, കൊടുങ്ങല്ലൂർ, ചേലക്കര റൂട്ടുകളിൽ പ്രയാണം അവസാനിപ്പിച്ച് നാളെ കപ്പ് കലോത്സവ നഗരിയിലെത്തും. പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ വടക്കാഞ്ചേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തൃശ്ശൂർ 3 മണിയാകുമ്പോൾ എത്തും. അതിനുശേഷം ഘോഷയാത്രയായിട്ട് മെയിൻ വേദിയിലോട്ട് എത്തും. നാളെ റൗണ്ടൊക്കെ കറങ്ങിയിട്ട് മെയിൻ വേദിയിലോട്ട് എത്തും. കലോത്സവത്തിന്റെ പ്രധാന വേദി സംഘാടകർക്ക് കൈമാറി കഴിഞ്ഞു. മറ്റു വേദികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 10 SIമാരുടെ കീഴിൽ 1200ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. നഗരത്തിൽ സ്ത്രീ സൗഹൃദ ടാക്സികളും സർവീസ് നടത്തും. ഊട്ടുപുരയിൽ നാളെ വൈകിട്ട് മുതൽ ഭക്ഷണ വിതരണം തുടങ്ങും. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാചകം ഇത്തവണയും കേമമാവും. 25,000-ത്തിലധികം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. കലാകൗമാരത്തിന്റെ കുതിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാ കണ്ണുകളും ഇനി സാംസ്കാരിക നഗരിയിലേക്ക്. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.